ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്ത് പോവാണ്. പുറത്തല്ല, നമുക്ക് കല്യാണം ഉണ്ട്, പിന്നെ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. അപ്പം എല്ലാത്തിനും കൂടി ഞങ്ങളൊന്ന് ഇറങ്ങിയിറക്കാണ്. അപ്പം ബാക്കിൽ ആടത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി അമ്മ കാരണമാണെന്ന് ലേറ്റ് ആയത്. സാരി കൊടുക്കാൻ തന്നിട്ട് സുന്ദരിയായിട്ടുണ്ടല്ലേ, സാരി കൊടുക്കാൻ തന്നിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവാണ് കേട്ടോ. സ്കൂട്ടിയിലാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ 2 വീലറൊക്കെ ഓടിക്കാൻ അമ്മേനെ കഴിഞ്ഞിട്ടോ ആളുള്ളൂ. നല്ല സ്കില്ലാണ് അമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഗൈസ്, വീട്ടിൽ നിന്ന് നേരല്ലേ, വീടിൻ്റെ അടുത്തൊരു അക്കുഡേറ്റ് പാലുണ്ട്, വലിയ പാലാണ് കേട്ടോ. ഇവിടെ വെച്ച് കുറേ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെയും കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കി ഫുള്ള് പാടാണ്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാടത്തിൻ്റെ നടുക്ക് ഒറ്റ വീടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കുറേ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ചിലവർക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. കുറേ പടങ്ങൾ സൂര്യൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ സൈഡ് മുഴുവൻ പൂളല്ലേ, പൂള, അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് ഗൈസ്. ഇവിടെ വന്നിരുന്നാൽ നല്ല പീസ്ഫുള്ളാണ്. അതെനിക്കിപ്പോൾ അടിപൊളിയാണ് ഗൈസ്. ഉണ്ടോ എന്നെ നടക്കുമ്പോൾ മുഴുവൻ അത് ഭയങ്കര തിക്കായിട്ട് എന്തൊരു ഭംഗിയാ നോക്ക് പാടമൊക്കെ കാണാനായിട്ട്. ഇപ്പം അടുത്തൊരു തമിഴ് സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പെയിൻ്റൊക്കെ അടിച്ചതാണ് കേട്ടോ. ഈ നീല കളറുണ്ടോ, അങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയതാണ്. പാലം നല്ല വലുതാണ് കേട്ടോ ഗൈസ്. എത്ര നീളം എത്ര കറക്റ്റൊന്നും എനിക്കറിയില്ല. അപ്പോൾ ബാക്കിൽ നിന്നാലും ഫ്രണ്ടിൽ നിന്നാലും മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഈ മലയും പാടവും തന്നെയാണ് കേട്ടോ. കൊണ്ട് ബാക്കിലൊരു മീൻസ് എന്തത് കേബിൾ ടവർ, ഐ മീൻ റേഞ്ചിൻ്റെ ടവർ, ഒന്നുമില്ല, ഒരു ടവറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഗൈസ്. പിന്നെ അവിടെ നോക്ക് വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. പാടത്തേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, പാടത്തേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ തടം കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ മുഴുവൻ നമ്മുടെ പാടാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരികയാണ്. അപ്പം ഞാനും അമ്മ ഇനി പോവാണ് കേട്ടോ. അമ്മ എൻ്റെ ഒപ്പം ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി ഞങ്ങൾക്കൊരു അമ്പലത്തിൽ ലക്ഷദീപം തെളിയിക്കാണ്ട്, ഐ മീൻ ഒരു ലക്ഷദീപം വിളക്ക് അവിടെ നടക്കുന്നുണ്ട്, അവിടെ പോകണം. അത് അതിനൊരു കല്യാണം ഉണ്ട്, അവിടെയും പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് എഴുതി വന്നു, കണ്ടു. ഇനി നമ്മൾ നേരെ പോവാട്ടോ. ഗൈസ്, അവിടെ നിന്ന് നേരെ ഞാനും അമ്മയും അമ്പലത്തിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചേരമ്പറ്റേക്കാവ് എന്ന് പറയും, ചളവറയാണ് കേട്ടോ സ്ഥലം. അപ്പം ഞാനും അമ്മയും പോയ വഴി ഒന്ന് തൊഴുതു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ ലക്ഷദീപം കത്തിക്കാൻ വേണ്ടി ചിരാതുകൾ ഇങ്ങനെ നിരത്തി വച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ചിരാതുകളുണ്ട്, ഒരുപാട് വിളക്കുകൾ അപ്പം നമുക്ക് കത്തിക്കാണ്ട്. അപ്പം ഞാൻ ചിരാതിൽ ഇതേപോലെ തിരിയിലെ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ. കുറച്ച് സമയം കുറേ ചിരാതിലെ എണ്ണകളിൽ ഐ മീൻ തിരിയത്തെ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞു. പിന്നെ ഇത് നോക്ക്, നമ്മുടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വരെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ചിരാതുകൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കത്തി കഴിഞ്ഞിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ കുറേ വിളക്കുകൾ നാമൊക്കെ ചൊല്ലി കത്തിച്ചു കേട്ടോ. നല്ലൊരു സന്തോഷം, മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. കാണാൻ തന്നെ കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ലുക്ക് കാണാനായിട്ട് ഞാൻ അമ്പലത്തിൻ്റെ കുറച്ച് മുകളിൽ കയറുന്നപ്പോൾ ഒന്നും പറയല്ല ഗൈസ്, അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് സമയം മേളൊക്കെ കേട്ടു കേട്ടോ. ഇങ്ങനെ കുറച്ച് മേളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ നോക്കി നിന്നു. നേരെ പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നിന്നായിരുന്നത്. അങ്ങോട്ട് കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നേരെ പോയി ഗൈസ്. ആരും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന്, ഞങ്ങൾ കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ബിരിയാണി, മന്തി, ചിക്കൻ ചില്ലി ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഭാഗ്യത്തിന് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഐസ്ക്രീം ഒന്നല്ല ഗൈസ്, ഞാൻ 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ഐസ്ക്രീമൊക്കെ കിട്ടി. അവിടെ നിന്ന് നേരെ ടൗണിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാനും അമ്മയും കൂടെ മെഡിക്കൽ ഷോപ്പിൽ പോവുകയാണ് ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. രാത്രിയിലെ യാത്ര അടിപൊളിയാണ് കേട്ടോ. ഞാനും അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങാറുണ്ട്, നല്ല രസമാണ്. പിന്നെ കുറേ ടൈം നമ്മളിങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു മരുന്ന് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ
ഇന്ന് നല്ലൊരു അടിപൊളി പോസിറ്റീവ് ഡേ ആയിരുന്നു എല്ലാം കൊണ്ടും. നല്ല സന്തോഷമുള്ളൊരു ദിവസം. എപ്പോഴെങ്കിലും അല്ല നമുക്ക് എല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്ര ഉള്ളത്തെ വീഡിയോ. ബൈ.